അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ വിഷയങ്ങളിൽ വളരെയേറെ ശ്രദ്ധയുള്ളവരാണ്. അസീസുൻ അലൈഹി മാ അനീതുൻ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മൾ സൂറത്തു തൗബയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികളോട് ഏറെ അലിവുള്ള, അവരുടെ കാര്യങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് വെച്ച് പരാതിപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഇന്ന ഹാദൽ ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ ഒരു സമൂഹം, എൻ്റെ ഈ ഒരു ഖൗമ് ഈ ഖുർആനെ അവഗണിച്ചു കളഞ്ഞു, അവരതിനെ അഗണ്യകോടിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ആരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ പരാതിപ്പെടുന്നത്? പരിശുദ്ധ ഖുർആനിനെ ഉപയോഗപ്പെടുത്തേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധ ഖുർആനിനെ ഉപയോഗപ്പെടുത്തേണ്ടത്? ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യതകൾ കൃത്യമായി നമ്മൾ നിർവഹിച്ചാൽ ഖുർആനിനെ ഉപയോഗപ്പെടുത്തിയവരിൽ നമ്മൾ ഉൾപ്പെടും. ഒന്നാമത്തെ ബാധ്യത, ഖുർആൻ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കാൻ തയ്യാറാവുക എന്നതാണ്. ശ്രദ്ധാപൂർവം ഖുർആൻ കേൾക്കുന്നത് നമുക്ക് ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമാക്കും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ അതുമൂലം നമുക്ക് ഉണ്ടായിത്തീരും. ഖുർആൻ കേട്ട് പരിചയിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായ പലതും കേൾക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമാകും. രണ്ടാമതായി, പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക എന്നതാണ്. ഖുർആൻ പാരായണത്തിൻ്റെ പ്രതിഫലം അത് ഒട്ടേറെ ഹദീസുകളിൽ വിവരിക്കപ്പെട്ടതാണ്. മറ്റൊന്ന്, ഖുർആൻ പാരായണത്തിന് ശേഷം ഖുർആനിൻ്റെ തദബ്ബുറാണ്. തിലാവത്തുൽ ഖുർആനിന് ശേഷം തദബ്ബുറുൽ ഖുർആനാണ്. ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുക, പര്യാലോചനകൾ നടത്തുക, ആയത്തുകളുടെ ആശയങ്ങളിലേക്ക് നമ്മൾ ഊളിയിടുക. അപ്പോൾ തീർച്ചയായും നമ്മൾക്കുണ്ടാകുന്ന മാറ്റം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ളതായിരിക്കും. അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഖുർആനിനെ കുറിച്ച് അവർ തദ്ബീർ ചെയ്യുന്നില്ലേ എന്ന് ഖുർആൻ തന്നെ ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു തദ്ബീറിന് ശേഷം നമ്മൾ ഖുർആനിനെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഖുർആനിനെ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നതാണ്. ഖുർആൻ കൊണ്ട് ഉണ്ടാവേണ്ട മാറ്റം എന്താണോ അത് ജീവിതത്തിൽ ഉണ്ടായിത്തീരുക എന്നതാണ്. അതോടൊപ്പം ഖുർആൻ മനഃപ്പാഠമാക്കാൻ തയ്യാറാവുക. ഹിഫ്ലുൽ ഖുർആൻ, മനഃപ്പാഠമാക്കുക. ഖുർആൻ നമുക്കറിയാം, അത് നിലനിന്നത് തന്നെ അത് ഹിഫ്ലിലൂടെയാണ്. ഇന്നും ലോകത്തുള്ള ഖുർആനിൻ്റെ പ്രതികൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടാലും ഖുർആനിനെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പുനഃസൃഷ്ടിക്കാൻ സാധിക്കുന്നത് കോടാനുകോടി ജനങ്ങളുടെ മനസ്സുകളിൽ ഈ ഖുർആൻ ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഖുർആനിൻ്റെ ഹിഫ്ലിൻ്റെ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ നമ്മൾക്ക് ഖുർആനിനോടുള്ള എല്ലാ ബാധ്യതകളും നമ്മൾ നിറവേറ്റിയാൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പരാതിപ്പെട്ട ജനവിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.